വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ കീം ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് നമുക്ക് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതായത് ഡിഫറെൻറ്റ് റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ. അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് കീമിലുണ്ട്, എഞ്ചിനീയറിംഗിന്റെ ലിസ്റ്റിലുണ്ട്, ബി ഫാമിന്റെ ലിസ്റ്റിലുണ്ട്, ഒരു പക്ഷേ നീറ്റ് എക്സാം ഒക്കെ എഴുതി ഇപ്പൊ മെഡിക്കൽ കോഴ്സുകളിലേക്കും നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതെല്ലാം നമ്മൾ കീം വഴിയാണ് ഇതിന്റെ അലോട്ട്മെന്റ് പ്രോസസ് എല്ലാം, അല്ലെ? അപ്പൊ വേരിയസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അപ്പൊ ഇതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും. ഒരു പക്ഷേ സൈമുൾട്ടേനിയസ് ആയിട്ടായിരിക്കും വിവിധ സ്ട്രീമുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതല്ലെങ്കിൽ ചിലപ്പോൾ ഡിഫറെന്റ് സ്റ്റേജ് ആയിട്ടായിരിക്കും ഇത് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരിക. അപ്പൊ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് സൈമുൾട്ടേനിയസ് ആയിട്ടാണോ അതോ ഡിഫറെന്റ് സ്റ്റേജ് ആയിട്ടാണോ എന്നുള്ളത് അറിയാൻ പറ്റുക. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഓപ്ഷൻ നമ്മുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് ഓർഡർ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് ഏതാണെങ്കിലും നമ്മൾ ഏത് സ്ട്രീമിൽ എലിജിബിൾ ആണെന്നുണ്ടെങ്കിലും ആ പറഞ്ഞിട്ടുള്ള ടൈം ഷെഡ്യൂളിൽ തന്നെ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കണം. അപ്പൊ എഞ്ചിനീയറിംഗ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഓപ്ഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതല്ല നിങ്ങൾ വേരിയസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഒരുമിച്ചായിരിക്കും അതോ ഡിഫറെന്റ് സ്റ്റേജുകളായിട്ടോ ആണോ ഉണ്ടാവുക എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കും ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.